Hi Cadets, Jay and welcome back to my channel. Cadets finally 2026 ടെറിട്ടോറിയൽ ആർമിയുടെ ഓഫീസേഴ്സ് എൻട്രിയുടെ വേക്കൻസി ഔട്ട് ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളും ടെറിട്ടോറിയൽ ആർമിയിൽ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ്, അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്, എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. കാരണം ഇവിടെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 1 വീക്ക് മുന്നേ തന്നെ ടെറിട്ടോറിയൽ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതിൻ്റെ ഷോർട്ട് അപ്ഡേറ്റഡ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ അപ്ഡേറ്റിലും ടെറിട്ടോറിയൽ ആർമിയുടെ ഓഫീസേഴ്സ് എൻട്രിയുടെ കറക്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ കുട്ടികളെ. ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏപ്രിൽ 18 മുതൽ 24 വരെ വീക്കിലിയാണ് ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് വരുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് വീക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു എംപ്ലോയ്മെന്റ് ന്യൂസിൽ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോം ഫില്ലിംഗ് എന്നാണ് സ്റ്റാർട്ട് ആവുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എക്സാം ഡേറ്റ് എന്നാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് പോയിന്റിലോട്ട് പോകാം. TA ആർമി ഓഫീസേഴ്സ് വേക്കൻസിയാണ്. ഇനി നോർമൽ എൻട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളും നോർമൽ എൻട്രിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഓപ്പൺ റാലി എന്ന് പറയും അതിൻ്റെയും ഉടനെ തന്നെ വരുന്നതായിരിക്കും കുട്ടികളെ. കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കാണുന്നുണ്ട്. എല്ലാ വർഷവും ഓപ്പൺ റാലിയും അതേപോലെ തന്നെ ഓഫീസേഴ്സ് എൻട്രിയും വരുന്നുണ്ട്. ഈ വർഷവും ഓഫീസേഴ്സ് എൻട്രി വന്നിരിക്കുകയാണ്. പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റോടെ ഇതേ രീതിയിൽ തന്നെ 2026 TA റാലി ഉടനെ വരുന്നതായിരിക്കും. നവംബറിൽ തന്നെ നിങ്ങളുടെ ഓപ്പൺ റാലിയും കാണും. 2027 ജനുവരിയിൽ തന്നെ നിങ്ങളുടെ എക്സാമും കാണും. അതുകൊണ്ട് TA റാലിയുടെ ഓപ്പൺ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ TA റാലിക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഏപ്രിൽ 20 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 19 ആയിരിക്കും. ഈ ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 12 ജൂലൈ ആണ്. 2026 ജൂലൈ 12 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിട്ടേൺ എക്സാം ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരാൻ പോകുന്ന SSB അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ ടോട്ടൽ 12 വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൽ കേഡറ്റിന് 11 പോസ്റ്റ്, ഫീമെയിലിന് 1 വേക്കൻസിയാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ ഫീമെയിലിന് 1 വേക്കൻസി തന്നെയായിരുന്നു വന്നത്. പക്ഷേ എന്നാലും നിങ്ങൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതായത് ഓഫീസേഴ്സ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി 1 ആണ് 2 ആണ് 10 ആണെന്നും പറഞ്ഞിട്ട് ഫോം ഫില്ല് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയ് 19, 2026 മുതലാണ്. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മാരീഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണോ? അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുകയാണോ എങ്കിൽ അപ്ലൈ ചെയ്യാമോ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേട്ടോ കുട്ടികളെ, അപ്പോൾ 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ടിഎയുടെ ഓഫീസേഴ്സ് എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് സ്ട്രീമിലുള്ള ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ് ഷുഡ് ബി ഗെയിൻഫുള്ളി എംപ്ലോയിഡ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആരും പേടിക്കൊന്നും വേണ്ട, അയ്യോ എനിക്കിപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് എനിക്ക് ഗവൺമെൻറ് ജോബ് ഉണ്ട് എങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് നിങ്ങളിപ്പോൾ ആർമിയിൽ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നോട്ടിഫിക്കേഷൻ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേട്ടോ കുട്ടികളെ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി, ഫോം ഫില്ലിംഗ് എന്ന് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്, ലാസ്റ്റ് ഡേറ്റ് മനസ്സിലായി, എക്സാം ഡേറ്റും മനസ്സിലായി. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കൂ കുട്ടികളെ. നിങ്ങൾക്കും ടെറിട്ടോറിയൽ ആർമിയിൽ ഓഫീസേഴ്സ് എന്നൊരു റാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ ഇത്രയും പ്രോസസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ക്രോസ് ചെയ്തിരിക്കണം. നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് റിട്ടേൺ എക്സാം. ഈ ഒരു വീഡിയോയിൽ തന്നെ റിട്ടേൺ എക്സാമിൻ്റെ പ്രോപ്പർ സബ്ജക്റ്റും എക്സാം ഡ്യൂറേഷനും നെഗറ്റീവ് മാർക്കിങ്ങും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ എന്താണ് റിട്ടേൺ എക്സാമാണ് വരാൻ പോകുന്നത്. അതിനുശേഷം എക്സാം ക്വാളിഫൈ ആയാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ആണ് SSB ഇൻ്റർവ്യൂ.
5 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ കൂടി കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു റിട്ടേൺ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം. SSBയുടെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കുട്ടികളെ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം. സബ്ജക്റ്റ് നോക്കും കുട്ടികളെ. റീസണിങ് 40 ക്വസ്റ്റ്യൻ, GK 30 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, മാർക്സ് 40, 30, 30, ഓവറോൾ 100s. നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത് ഡിഗ്രി ലെവലുള്ളതാണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഒരു ഫോഴ്സിലേക്ക് ഫോം ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോഴായിരിക്കും ആ ഒരു വീഡിയോ വരാൻ പോകുന്നത്. കുട്ടികളെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ TIA റാലിയുടെ ഓപ്പൺ റാലിയുടെ അപ്ഡേറ്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. റാലി എന്തായാലും 2026 നവംബറിലുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ TIAയുടെ ഓപ്പൺ റാലിയുടെ റിട്ടൺ എക്സാം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫീസ് 2500 ആണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫീസാണത്. ഡെയിലി ലൈവ് ക്ലാസ്, വീക്കിലി 6 ഡേയ്സ് ക്ലാസ്, റിവിഷൻ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2025ലെയും 2024ലെയും അപ്ഡേറ്റ് എടുത്താൽ കേരളത്തിൽ നിന്ന് കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും TIAയുടെ ഓപ്പൺ റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റാണ്. നിങ്ങളുടെ ഏജ് 18-നും 42-നും ഇടയിലാണ് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ്. ഫൈനലി നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഡിഫൻസ് റിലേറ്റഡ് പ്രോപ്പർ അപ്ഡേറ്റ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. TIA ഓപ്പൺ റാലിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.